ഹലോ, നമ്മളിന്ന് വട്ടവടയിൽ പോവാണേ. ഉച്ചയായപ്പോൾ അക്ഷയ പറഞ്ഞു ട്രിപ്പ് പോകാമെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പാക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കൈ കിട്ടിയതെല്ലാം എടുത്ത് ഞാൻ ബാഗ് വെച്ച് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു. നമ്മൾ മാത്രമല്ല, അക്ഷയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവരാണ് അവൻ്റെ ഫ്രണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാനൊക്കെ നിർത്തി. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങി. നമുക്ക് ശരിക്കും പേടിയുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് അവിടെ ഒന്നും സീൻ കിട്ടിയില്ല. നമുക്ക് സീൻ കിട്ടിയത് എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വഴിയാണെന്ന് തോന്നുന്നു. ആ വഴി അങ്ങനെ പൊളിച്ചിട്ടേക്കുമായിരുന്നു. അത് കടന്ന് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാനേ. അവിടെ നമുക്കൊരു ചെറിയ സീൻ കിട്ടി. പക്ഷെ നമ്മളതൊക്കെ അതിസാഹസികമായി നമ്മൾ അങ്ങോട്ട് കടന്നു. പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പോൾ, രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിലെത്തി കേട്ടോ. ശരിക്കും വിശന്നിട്ടാട്ടോ വന്നത്. പക്ഷെ നമ്മൾ ഫുഡ് വേണമെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ ഫുഡൊക്കെ റെഡിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മളവിടെ ഫയർ ക്യാമ്പിലോട്ട് പോയി. അവിടെ ഒരു പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടിയും ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. നമ്മൾ പറയാണ്ട് തന്നെ നമ്മുടെ മടിയിലൊക്കെ കയറി വന്നിരുന്ന് നമ്മൾ പരിചയപ്പെട്ടോളും. ഇന്നലെ രാത്രി എത്തിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ലേ. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ അടിപൊളിയായിരുന്നു. ഇതങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ സുന്ദരനാവുന്നേ. പേര് ചോദിച്ചപ്പം കല്യാണി. മുതലാളിക്ക് ജെൻഡർ മാറിപ്പോയതാ പാവം. അവൻ മാത്രമല്ല, ഞാനും ഇവിടുത്തുകാരനാണെന്ന് പറഞ്ഞ് വേറൊരാളും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ തണുത്ത് വിറച്ച് കിടന്ന ടെൻറ്റ് കാണിക്കാവേ. ആ ടെൻറ്റിലായിരുന്നു നമ്മൾ ഇന്നലെ കിടന്നത്. അങ്ങനെ തണുപ്പ് മാറ്റാനായിട്ട് രാവിലെ തന്നെ ഒരു പാൽച്ചായ കാച്ചി. വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ ഞാൻ കുടിച്ചത്. ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്കായിട്ടൊരു പ്രൈവറ്റ് വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ കാട്ടിലും വീട്ടിലൊക്കെ കയറി ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചു. അത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട്സ് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നേ. പല രീതിയും നോക്കി കേട്ടോ നമ്മളിത് പറിച്ചെടുക്കാൻ. പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. അവസാനം നമ്മൾ അജയുടെ സോക്സ് വെച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം പറിച്ചത്. അപ്പോൾ നമുക്കൊരു കുട്ടിക്കാല വൈബൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി കേട്ടോ. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് മനസ്സിന് എത്ര സന്തോഷം തരുന്നുണ്ടെന്നറിയാമോ. ഇങ്ങനെ ഓരോ യാത്രയും നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത്രമാത്രം അടിപൊളിയായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്ത ഓരോ ടൈമും. നാളെ നമ്മൾ തിരിച്ചു പോവുകയാണേ. പോകുന്ന വഴിക്ക് നമ്മൾ ചൗ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറി ഒക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.